ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഏകദേശം ഒരു മാസത്തിന് മുന്നേ ഒരു മേളയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയാണിത്. രണ്ടാമത്തെ ദിവസം ഞാൻ എടുത്ത വീഡിയോ. അപ്പോൾ 2 ദിവസത്തെ മേളയായിരുന്നു. ആദ്യത്തെ ദിവസം ഞങ്ങൾ 3 പേരുമായിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങളിരിക്കുന്ന NDCLൻ്റെ ടൗൺഷിപ്പിനകത്ത് തന്നെ വരുന്ന ഗ്രൗണ്ടിൽ നടന്ന ഒരു മേളയാണിത്. അപ്പോൾ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് നമുക്കിങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ കാണാം ഈ ഗ്രൗണ്ട്. അത്ര അടുത്തായിട്ടാണ് ഈ ഗ്രൗണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ദിവസവും മോളെയും കൊണ്ട് പോയി. ഏട്ടന് ഡ്യൂട്ടി ആയിരുന്നത് കാരണം ഏട്ടന് വരാൻ പറ്റിയില്ല. ഞാനും മോളും മാത്രമാണ് പോയത്. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് കുട്ടികൾക്കുള്ള ഗെയിം ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കളിക്കാനായിട്ട് കുട്ടികളുണ്ടായിരുന്നു. അതിൽ ചില കുട്ടികളെയൊക്കെ മോൾക്ക് അറിയാം, ചിലരെയൊന്നും അറിയത്തില്ല. അപ്പോൾ അവളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ മോള് കളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തലേ ദിവസം വന്നപ്പോഴും ഇതുപോലെ കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആ കോസ്റ്റ്യൂമിലൊക്കെ ഇവിടെ നിന്ന് കുട്ടികളെയൊക്കെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ കൂടെ ചെന്ന് നിന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും അവരുടെ കൂടെ ചെന്ന് നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഇന്നലെ ഈ ടോം ആൻഡ് ജെറിയിലെ ഈ ടോം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിന് പകരം വേറൊരാളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മോൾ ഇതിനെ കണ്ടപ്പോൾ നല്ല എക്സൈറ്റഡ് ആയി ഓടി പോകുന്നുണ്ട്. അപ്പോൾ ഈ ടോമിൻ്റെ കോസ്റ്റ്യൂം ഇട്ട് നിൽക്കുന്ന ആളും നല്ല എൻ്റർടൈനിങ് ആണ്. കുട്ടികളെയൊക്കെ ഇങ്ങനെ വിളിച്ച് ഫോട്ടോ എടുക്കാനും ഡാൻസ് ചെയ്യാനും ഒക്കെ. പക്ഷേ ഇന്നലെ ഇത്രയും ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ 4 ഇങ്ങനെ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഇവിടെ കോസ്റ്റ്യൂം ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിങ്ങനെ ഓടി നടന്ന് എല്ലാവരുടെ അടുത്തും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ മോളെ ഇടയ്ക്കിടയ്ക്ക് കാണാനില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ അവരുടെ അടുത്ത് പോയി നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അല്ലാതെ ഇങ്ങനെ പുറത്തൊന്നും പോകാത്തത് കാരണം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എൻ്റർടൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ. വേറെ നമ്മുടെ റിലേറ്റീവ്സിനെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നപ്പോൾ ഇവിടെ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടു. ഇത് നോർത്ത് ഇന്ത്യയിലേക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലിറ്റി ചോക്ക എന്ന് പറയുന്ന ഐറ്റമാണ്. ഇത് നമ്മുടെ ഗോതമ്പ് മാവിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റമാണ്. അതിനെ ഈ ചാണകം ഇങ്ങനെ ഈ റൗണ്ടായിട്ട് ഇങ്ങനെ പരത്തി അതിനെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഇത് കത്തിച്ച് ഇതിൻ്റെ അകത്തിട്ട് ചുട്ടെടുക്കുന്നതാണ് ഈ ഒരു ഭക്ഷണ സാധനം. ഇത് കഴിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇങ്ങനെ അതുണ്ടാക്കുന്നത് കണ്ടു. ഞാൻ നോർത്തിലായിരിക്കുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവിടെയൊക്കെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ മേളയിൽ അങ്ങനെ ഒരു ഫുഡ് ഐറ്റം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഈ ഒരു ഐറ്റം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ കണ്ടൊക്കെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. പല കൗണ്ടറുകളും ഇന്ന് ഇങ്ങനെ ഈ ഒരു മരവിച്ച അവസ്ഥയിലാണ്, ഇങ്ങനെ ആക്റ്റീവ് ഒന്നുമല്ല. ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു, അത് മാത്രമാണ് ഇന്ന് ഇത്തിരി ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവിടെ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ തുടങ്ങി. ഇന്നലെ കുറച്ച് ഗാനമേള, കുറച്ച് പ്രസംഗം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നാണ് ഇവിടെ ഡാൻസും അല്ലാത്ത കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്നറിഞ്ഞത്. അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് കുറച്ച് സമയം പ്രോഗ്രാമൊക്കെ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു പ്രോഗ്രാംസൊക്കെ കണ്ടിരിക്കാനായിട്ട്.
മാജിക്. ശ്രേഷ്ഠയാണ് ഫുൾ എക്സൈറ്റ്മെന്റ്. ആദ്യമായിട്ട് കാണുന്നല്ലേ?
ഈ ഡാൻസും മാജിക് ഷോ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു മലയാളി ഒരു കുട്ടിയുടെ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ മോൾക്ക് ഒരുപാട് ഇഷ്ടമായി ക്ലാസിക്കൽ ഡാൻസ് കണ്ടപ്പോൾ. മോളും ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ആൾക്ക് മാജിക് ഷോ ഒന്നും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല. എന്തുകൊണ്ടോ ഇങ്ങനെ ദൂരെ ഇരുന്ന് കണ്ടിട്ടാണോ എന്നറിയില്ല. പക്ഷേ ഈ ക്ലാസിക്കൽ ഡാൻസ് ആൾ നല്ല ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്നത് കണ്ടു. അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ഇവിടുത്തെ മേള കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോർത്തിലെ മേള പോലെ അല്ല, ഇത് കുറച്ച് വ്യത്യാസം. നമുക്ക് അവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ട് നടക്കാം. പക്ഷേ ഇവിടെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. അതെ, ഒരു ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായിരുന്നു. ഒരു അശ്വതി എന്ന് പറഞ്ഞിട്ടൊരു മലയാളി കുട്ടിയാണ് കളിച്ചത്. ഒരു ആൻറ്റി, ശ്രേഷ്ഠമൊക്കെ ആൻറ്റി, അമ്മയ്ക്കൊരു കുട്ടി. അപ്പോൾ നല്ല ഡാൻസായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ മേള സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.